നമസ്തേ. ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും 5ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ടൈം സാമ്പിൾ പ്രാക്ടീസ് പേപ്പറിലേക്ക് സ്വാഗതം. ഹിന്ദിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. അപ്പോൾ എല്ലാ മക്കളും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പോവുക. പുതിയ ടെസ്റ്റ് ആയതുകൊണ്ട് പുതിയ മോഡലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഏക് ദിൻ ജംഗൽ മേ സഫീ ജാൻവർ ഏക് സാത്ത് മിൽക്കർ ഖേൽ രഹേ തേ. ഒരിക്കൽ കാട്ടിൽ എല്ലാ മൃഗങ്ങളും ഒരുമിച്ചിരുന്ന് കളിക്കുകയായിരുന്നു. അപ്പോൾ ഏക് ദിൻ ഒരിക്കൽ, ജംഗൽ മേ കാട്ടിൽ, സഫീ ജാൻവർ എല്ലാ മൃഗങ്ങളും, ഏക് സാത്ത് മിൽക്കർ ഖേൽ രഹേ തേ ഒരുമിച്ച് കളിക്കുകയായിരുന്നു. ജംഗൽ കാ നയാ രാജ ചുന്നേ കാ ഖേൽ താ. കാട്ടിലെ പുതിയൊരു രാജാവിനെ തിരഞ്ഞെടുക്കണം, അതായിരുന്നു അവിടുത്തെ ഒരു മത്സരം. ബന്ദർ പേട് സെ ചൂൾത്തേ ഹുയെ ഷേർ കെ പാസ് ആ ഗയാ. കുരങ്ങ് എന്ത് ചെയ്തു? മരത്തിൽ ഊഞ്ഞാലാടിക്കൊണ്ട് ആ സിംഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. ഓർ ബോല, എന്നിട്ട് പറഞ്ഞു, ദോഡ് പ്രതിയോഗിത മേ ജോ ജീത്തേഗ വഹ് ജംഗൽ കാ നയാ രാജാ ബനേഗ. ആരാണോ ഓട്ടപ്പന്തയത്തിൽ ജയിക്കുന്നത് അവനായിരിക്കും കാട്ടിലെ പുതിയ രാജാവ്. പ്രതിയോഗിത മേ ഹാത്തി സബ്സെ തേസ് ദൗഡ ഔർ ജീത്ത് ഗയ. മത്സരത്തിൽ ആന വേഗത്തിൽ ഓടി ആന ജയിച്ചു. ഹാത്തി ജംഗൽ കാ നയാ രാജാ ബൻ ഗയ. അങ്ങനെ ആനയെ അവിടുത്തെ പുതിയ രാജാവായി തിരഞ്ഞെടുത്തു. ഒരു സഫീ ജാൻവർ ഉസ്ക ആദർ കർണേ ലഗെ. എല്ലാവരും ആന പറയുന്നത് അനുസരിക്കാൻ തുടങ്ങി. ജംഗൽ മേ സഫീ ജാൻവർ ക്യാ കർ രഹേ തേ. കാട്ടിലെ എല്ലാ മൃഗങ്ങളും എന്ത് ചെയ്യായിരുന്നു? അപ്പോൾ ഈ പാരഗ്രാഫ് വായിച്ച് ഇതിൻ്റെ അകത്ത് നിന്ന് ആൻസർ കണ്ടെത്തണം. എന്ത് ചെയ്യായിരുന്നു? ഖേൽ രഹേ തേ. കോൻ പേട് പർ ചൂൽ രഹാ താ. ആരായിരുന്നു മരത്തിൽ കൊമ്പിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നത്? ബന്ദർ ആരാണ്? കുരങ്ങൻ. നയാ രാജ ചുന്നേക്ക് ലിയേ കോൺസി പ്രതിയോഗിത ചലായി. എന്ത് മത്സരമാണ് അവിടെ നടത്തിയത്? ദൗഡ് പ്രതിയോഗിത, ഓട്ട മത്സരം. പ്രതിയോഗിതാമേ കോൺ ജീത്ത് ഗയ. ആരാ ജയിച്ചത്? ഹാത്തി, ആന. ഇനി ശരിയായ പ്രസ്താവന എഴുതുക. അതിൽ കുറച്ച് പോയിന്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ ശരിയായ പ്രസ്താവന എഴുതണം. സഫീ ജാൻവർ നയേ രാജാക്ക ആധാർ കർണേ ലഗ. അപ്പോൾ താഴെ തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട്. എല്ലാ മൃഗങ്ങളും എന്ത് ചെയ്തു? പുതിയ രാജാവിനെ പറയുന്നത് അനുസരിക്കാൻ തുടങ്ങി. ആദരിക്കാനും ബഹുമാനിക്കാനും അനുസരിക്കാനൊക്കെ തുടങ്ങി. ഓക്കെ, അപ്പോൾ അത്രയാണ് ആദ്യത്തെ സെക്ഷനിൽ വരുന്നത്. അടുത്ത രണ്ടാമത്തെ സെക്ഷൻ ഗതിവിധി 2 കവിതാംശ പഠിക്കർ സഹി മിലാൻ കരെ. കവിത വായിച്ചിട്ട് ഇവിടെ 4 കവിത കൊടുത്തിട്ടുണ്ട്. ആ കവിത വായിച്ച് അതിലുള്ള മാച്ച് ദ ഫോളോയിങ് എഴുതാനാണ്. ഹവാ ദൂൽ കോ ഛേട് കെ ഭാഗി സോത്തി ദൂൽ അചാനക് ജാഗി ഉഡി ഹവാ കെ പീച്ചെ പീച്ചെ ഹവാ ഹോ ഗയി ദൂൽ കെ നീച്ചെ. അപ്പോൾ ഉഡി ഹവാക്കെ ഇവിടെ വരുന്നത് എന്താണ്? ഉഡി ഹവാക്കെ കണ്ട, ഉഡി ഹവാക്കെ പീച്ചെ പീച്ചെ. ഹവാ ഹോ ഗയി ദൂൽ കെ നീച്ചെ. സോത്തി ദൂൽ എന്താ വരുന്നത്? സോത്തി ദൂൽ അചാനക് ജാഗി. അടുത്ത് ദൂൽ കെ ബദലെ ഖട്ടാ ചോഡ്കർ ലിഖിയെ. ലഗാ ദൂൽ കോ കുച്ച് ഹേ ഗഡ്ബഡ് ദൂൽ ദബ് സെ നീച്ചെ ആയി. ദൂൽ സെ ബദലെ ഖട്ടാ ചോഡ്കർ ലിഖിയെ. അപ്പോൾ ദൂല് മാറ്റിയിട്ട് ഖട ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഖട ദബ് സെ നീച്ചെ ആയി. ഖടാക്കോ കുച്ച് ഹേ ഗഡ്ബഡ്. അപ്പോൾ ലഗാ ഖടാക്കോ കുച്ച് ഹേ ഗഡ്ബഡ് ഖട്ട ദബ് സെ നീച്ചെ ആയി. അടുത്ത ഗതിവിധി 3 ഇവിടെ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പേരിന് കറക്റ്റ് ആൻസർ ആ പിക്ചർ നോക്കി എഴുതാനാണ്. ഇവിടെ ഒരു അണ്ണാനുണ്ട്, ഒരു കിളിയുണ്ട്, ഒരു ഞണ്ടുണ്ട്, ഒരു ബട്ടർഫ്ലൈ ഉണ്ട്. അപ്പോൾ ചിടി ആരാ? പക്ഷി അല്ലേ? ചിടിയ പക്ഷി. തിത്തലി തീത്തലി ആണ് ബട്ടർഫ്ലൈ. ഗിൽഹരി അണ്ണാൻ. ബന്ദർ ഇവിടെ കൊടുത്തിട്ടില്ല അല്ലേ? പക്ഷെ അവിടെ ബന്ദർ എന്നാണ് എഴുതിയിരിക്കുന്നത്. കേക്കട എന്താണ്? കേക്കട ബന്ദറുണ്ടോ അവിടെ? ബന്ദറുണ്ട് ഇവിടെ. പിക്ചർ നേരത്തെ കണ്ടിരുന്നത്. കേക്കട ഞണ്ട്. അപ്പോൾ കേക്കട ഞണ്ട്, ബന്ദർ കുരങ്ങൻ, തിത്തലി ബട്ടർഫ്ലൈ, ചിടിയ പക്ഷി. അടുത്ത ഗതിവിധി 5 പേട് ലഗായെ ഹരിയാലി ഫൈലായെ. മരത്തെക്കുറിച്ചൊരു പോസ്റ്റർ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒരു മരത്തിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ട് പേട് ഹമാര വരദാൻ ഹേ, പേട് കി രക്ഷ ഹമാരി സുരക്ഷ, അല്ലെങ്കിൽ പ്രകൃതി കി രക്ഷ ഹമാരി സുരക്ഷ എന്നൊക്കെ പറഞ്ഞ് എഴുതാം. അപ്പോൾ നല്ലവരത്തെ ഒരു മരമൊക്കെ വരച്ച് എഴുതുക കേട്ടോ. ഇനി അടുത്ത് ക്രമം ശരിയായിട്ട് എഴുതാനാണ്. ഫാലുവിനെ സന്ദരേക്കോ ഫേക് ദിയ. ഫാലു എന്ത് ചെയ്തു? ഓറഞ്ചിനെ വലിച്ചെറിഞ്ഞു.
ദോനോ സന്തരെ കൂബ് ഹസെ, 2 ഓറഞ്ച് നന്നായിട്ട് ചിരിച്ചു. ദോ സന്തരെ കൂമിനെ നിക്കലെ, 2 സന്തര എന്ത് ചെയ്തു, കറങ്ങാൻ വേണ്ടി ഇറങ്ങി. സന്തരയ്ക്ക് രസസെ ആങ്കേസെ ജലനെ ഹുയി, സന്തരയുടെ ചാറ് കണ്ണിൽ വീണപ്പോൾ എന്ത് ചെയ്തു, കണ്ണ് നിറഞ്ഞു വേദനിക്കാൻ തുടങ്ങി. ഫാലു സന്തരേക്കോ ഖാനെ വാലാത്ത, ഫാലു സന്തര കഴിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പം ടെസ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ കഥ കറക്റ്റ് ഓർഡറിൽ എഴുതാനായിട്ട് ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. സന്തരയ്ക്ക് രസസെ ആങ്കോമേ ജലൻ ആയി, ആ രസം ഓറഞ്ചിൻ്റെ നീര് കണ്ണിലേക്ക് തെറിച്ചപ്പോൾ എന്ത് ചെയ്തു, കണ്ണ് ജ്വലിക്കാൻ തുടങ്ങി, അതായത് കണ്ണ് നീറാൻ തുടങ്ങി. ഫാലുവിനെ സന്തരേക്കോ ഫേങ്ക് ദിയ, ഫാലു എന്ത് ചെയ്തു, സന്തരയെ വലിച്ചെറിഞ്ഞു. ദോനോ സന്തരെ കൂബ് ഹസെ, 2 ഓറഞ്ച് നന്നായിട്ട് ചിരിച്ചു. ഇനി അടുത്ത് കൊടുത്തിരിക്കുന്നത് ഏകദോത്തിന് എഴുതാനാണ്. ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ചിത്ര ദേക്കർ ഖാലിസ്ഥാൻ വരെ, ഓരോ ചിത്രങ്ങളും കൊടുത്തിരിക്കുന്ന നമ്പർ. ഇവിടെ ഹാത്തി, എത്ര ഹാത്തിയാണ്, 1 അല്ലേ, അപ്പോൾ ഏക്കെന്ന് എഴുതുക. ഇനി 2 സിംഹമുണ്ട്, ഏക്ക് ദോ ഷേർ. അടുത്ത് ഗായ്, തീന്, ഏക് ദോ തീൻ, അപ്പോൾ ഇവിടെ തീൻ കൊടുക്കുക. അടുത്ത് ഘോഡ, ഏക് ദോ തീൻ ചാർ. അടുത്ത് തോത്ത, 1 2 3 4 5. അപ്പോൾ ഇത്രയാണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ മോഡലായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം പേപ്പർ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് കോപ്പിയൊക്കെ എടുത്തിട്ട് പഠിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നോട്ടിലോട്ട് എഴുതി പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ മക്കൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്ത മക്കൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നമസ്തേ.